പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഒരു വലിയ സങ്കടത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ അമർന്നു കിടക്കുകയാണെന്ന് കരുതി നോക്കിയേ. ആദ്യം കീറി വരുന്ന വെളിച്ചത്തിലേക്ക് നോക്കിപ്പോവുക സ്വാഭാവികമല്ലേ? ബാസുവേട്ടൻ എന്ന മനുഷ്യനും പിശാചുമല്ലാത്തയാൾ എന്ന രാജി തന്നെ പറയുന്ന ആളുടെ ചതി അറിഞ്ഞ ശേഷം മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരിച്ചെത്തിയ രാജിക്ക് മുന്നിലേക്കെത്തുന്ന ആദ്യ വെട്ടമാണ് ജിമ്മിൻ്റെ നീലക്കണ്ണുകളിൽ നിന്ന് പ്രവഹിച്ചത്. രാജി അതിലേക്ക് ഉറ്റുനോക്കി പോകുന്നുണ്ട്. അത് രമണി ശ്രദ്ധിച്ചു എന്നറിയുമ്പോൾ രാജിയുടെ ഉള്ളാന്തുന്നു. കഞ്ചാവിൻ്റെ പുകമണം പരന്ന അന്തരീക്ഷത്തിൽ അപകടമറിയാതെ അതൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്ന് കൂസലില്ലാതെ പറയുന്ന രമണിയുടെ പ്രതിച്ഛായകൾ ഇന്നത്തെ തലമുറയിലും നമുക്ക് ചുറ്റും കുറവല്ല. സരസ്വതി അമ്മ അശോകനെ ഉപദേശിച്ച് നല്ല വഴിക്കാക്കാൻ രാജിയെ പറഞ്ഞേൽപ്പിക്കുന്നതിൻ്റെ ശരിയായ ഉദ്ദേശം മനസ്സിലായ ശ്രീധരമേനോൻ്റെ ഭാര്യ ഭാമയ്ക്ക് അടക്കാനാവാത്ത ദേഷ്യം വരുന്നുണ്ട്. വായിക്കാം. അവകാശികളുടെ 2ാം ഖണ്ഡം 2ാം ഭാഗം 1ാം അധ്യായം. ചുരുൾ വിടർന്ന കദളിക്കൂമ്പിൻ്റെ നിറമുള്ള പുൽത്തകിടിയിൽ ചൂടില്ലാത്ത വെയിൽ വീണുകിടക്കുന്നു. അലപത്മം പോലെ പട്ട വിരിച്ചു പിടിച്ച വിശറിപ്പനകൾ അതിൽ നീലചിത്രങ്ങൾ എഴുതുന്നു. അല്പം കൂടി കഴിഞ്ഞാൽ നിഴലിൻ്റെ തുമ്പ് ഈ പൂവാകച്ചോട്ടിലെത്തും. എടി രാജി! അരിച്ചരിച്ചെത്തുന്ന നിഴലിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രാജി വിളി കേട്ടപ്പോൾ ഞെട്ടി. നീ എന്തായിരുന്നു സ്വപ്നം കാണണത്? അമ്മായി ചോദിച്ചു. ഒന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുന്നു. സ്വപ്നം? ഇനി എന്ത് സ്വപ്നമാണ് കാണാനുള്ളതാവോ? കണ്ടതൊന്നും പോരെ? ഞാൻ നിന്നോട് അപ്പോഴേ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. അമ്മായി ബെഞ്ചിൽ അരികത്തേക്ക് നീങ്ങിയിരുന്നു. കുഞ്ഞമ്മ എന്താ നിന്നോട് സ്വകാര്യം പറഞ്ഞത്? സ്വകാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ അശോകൻ എങ്ങാനും സംസാരിക്കാൻ വന്നാൽ ഈ വേഷമൊക്കെ ഒന്ന് കളഞ്ഞ് മര്യാദയ്ക്ക് നടക്കാൻ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഉപദേശിക്കാനോ? അവനെ? അതും നീയ്? ഉപദേശം എന്ന് വെച്ചാ അങ്ങനെയല്ല, കാര്യമായിട്ടൊന്ന് പറയണമെന്ന്. ഞാൻ പറഞ്ഞാൽ വല്ല എഫക്റ്റും ഉണ്ടായാലോന്ന് ചേച്ചിയമ്മയ്ക്കൊരു തോന്നല്. മുഖത്ത് നീരസഭാവമുണ്ടോ? പൂവാകയുടെ നിഴൽ വീഴുന്നത് കൊണ്ട് തോന്നുന്നതാവാം. ചേച്ചിയമ്മ അസാധാരണമായ ഒന്നുമല്ലല്ലോ പറഞ്ഞത്. കുട്ടിക്കാലത്ത് അശോകനും നീയും ഒന്നിച്ച് കളിച്ച് നടന്നതല്ലേ, അതുകൊണ്ട് നീ പറഞ്ഞാൽ ഫലമുണ്ടാവും. ചേച്ചിയമ്മ അങ്ങനെ വിചാരിക്കണതിൽ എന്താ തെറ്റ്? ഈ ചെക്കനെ എന്താ കാണാത്തത് രവിയെ? അമ്മായി വിഷയം മാറ്റി. 4-ന് മുമ്പ് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞതാണ്. ദാത്തോ വന്നിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ പുറപ്പെട്ടേനെ. 4 കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പൊ വരും. ഇങ്ങോട്ട് വരട്ടെ. അമ്മായി കീഴ്ചുണ്ടു കടിച്ചു. കുറേശ്ശെ കൺട്രോൾ വിട്ട് തുടങ്ങി. അച്ഛനോടൊന്ന് പറയണം. അതിപ്പോ അവന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയാണ്, കുറച്ചൊക്കെ വിട്ടുകൊടുക്കണം. കുറച്ചൊന്നും അല്ല, നല്ലോണം വിട്ടുകൊടുക്കുന്നുണ്ട്. തലമുടിയും വേഷവും ഒക്കെ കണ്ടില്ലേ? അച്ഛനൊന്നും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഈയിടെയായിട്ട് അശോകന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവനെ അന്വേഷിച്ചു പോവും. അവനും ഇടയ്ക്കിടയ്ക്ക് കോലാലംപൂർക്ക് വരുന്നുണ്ട്. വന്നാൽ ഫോൺ ചെയ്യും. ഇവൻ സ്കൂട്ടറും എടുത്ത് ഒരു പോക്കും പോവും. അതൊന്നും അച്ഛനറിയില്ല. രാജി മറുപടി പറഞ്ഞില്ല. പറയാൻ തനിക്ക് അവകാശമില്ല. താനോ നേരെ നടന്നവളല്ല. അപ്പോൾ പിന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പേടി വേറൊന്നുമല്ല, അമ്മായി തുടർന്നു. വല്ല കഞ്ചാവോ ഡ്രഗ്സോ തുടങ്ങിയാൽ ജീവിതം നശിച്ചില്ലേ? അശോകനാണെങ്കിൽ അതൊക്കെ ധാരാളം ഉണ്ട് താനും. ഇപ്പൊ കണ്ടില്ലേ, കുഞ്ഞമ്മയ്ക്ക് എന്നോട് വരെ അപേക്ഷിക്കാറായി. കഷ്ടം. അവൻ എന്തു മിടുക്കനായിരുന്നു. എത്ര കാശ് ചെലവാക്കിയിട്ടാ ലണ്ടനിലേക്ക് അയച്ചത്. വത്സലയുടെ അച്ഛൻ പ്രത്യേകം ശ്രമിച്ചിട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് ഇപ്പോഴത്തെ പ്രകൃതം കണ്ടില്ലേ? എൻ്റെ മക്കൾക്ക് ഈ ദുർബുദ്ധി തോന്നരുതെന്നൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അശോകന്റെ കൂട്ടുകൂടിയിട്ട്. അശോകൻ കേടുവന്നത് ജിമ്മിന്റെ കൂട്ടുകെട്ട് കൊണ്ടാണെന്നാണ് ചേച്ചിയമ്മയുടെ അഭിപ്രായം. ജിമ്മിനെ വെറുതെ കുറ്റം പറയാണ്. അമ്മായിയുടെ പ്രതികരണം ക്ഷിപ്രമായിരുന്നു. ജിമ്മിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യണതിന് എത്രയോ മുൻപ് തന്നെ അവന്റെ തല തിരിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിലും രണ്ടുപേരും ഒരുപോലെയല്ല. അശോകൻ കാട്ടിയത് കാട്ടാണ്, ജിമ്മതല്ല, ജെനുവിനാണ്. രാജി ഉള്ളിൽ പുഞ്ചിരി തൂകി. അമ്മായിയുടെ വിലയിരുത്തൽ തികച്ചും നിഷ്പക്ഷമാണോ? സംശയമുണ്ട്. സ്വതേ തന്നെ ചേച്ചിയമ്മയുടെ ഉള്ളുകൊണ്ട് അടുപ്പമില്ല. പോരെങ്കിൽ
അശോകൻ രവിയെ കേടുവരുത്തിയേക്കും എന്ന ഭയവുമുണ്ട്. അത് വിചിത്രമല്ലേ? രവി കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ജിമ്മിനോടാണ്. ആ വഴിക്ക് കേട് വന്നുകൂടെ? പക്ഷേ അമ്മായി അങ്ങനെ കരുതില്ല. ജിം ശ്രീമാമയുടെ സുഹൃത്തിന്റെ സ്വന്തം ആളാണ്. ശ്രീമാമ ജിമ്മിന് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അമ്മായിക്ക് ജിമ്മിനോട് സ്വാഭാവികമായും പ്രത്യേകത തോന്നും. എന്നാലും ജിം നല്ലവനാണെന്ന് അമ്മായി പറഞ്ഞു കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം. തനിക്കും അതേ തോന്നലാണല്ലോ ഉള്ളത്. നല്ലവനാണെന്ന് മാത്രമല്ല, വളരെ നല്ലവനാണ്. എന്തൊരു മര്യാദയുള്ള പെരുമാറ്റം, എന്തൊരു സരസമായ സംഭാഷണം, എന്തൊരു അറിവ്. പുറമേക്ക് മാത്രമാണ് ഹിപ്പി, വേഷം മാത്രം. അമേരിക്കയിലെ ചെറുപ്പക്കാരി ഹിപ്പികളാവുന്നതിന് കാരണമുണ്ട്. അമ്മായി വിഷയം തുടർന്നു. ജിമ്മിനോട് സംസാരിച്ച് നോക്കിയാൽ അറിയാം. എപ്പോഴെങ്കിലും സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ നീ? ഉവ്വ്. എന്നാൽ നിനക്ക് മനസ്സിലായി കാണും, ഇല്ലേ? അവർക്ക് ശരിയായ പ്രോബ്ലംസ് ഉണ്ട്. അശോകൻ എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല, വെറുതെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജിമ്മിം ഇമിറ്റേറ്റ് ചെയ്യുകയല്ലേ? അമേരിക്കയിൽ ഇതിപ്പോൾ ഒരു പരിഷ്കാരമാണ്. എനദർ ഫാഡ്. ഉള്ളിൽ ചിരിയടക്കിക്കൊണ്ടാണ് പറഞ്ഞത്. പ്രകോപനപ്പെടുത്തുമ്പോൾ അമ്മായി എന്തു പറയണമെന്ന് അറിയാമല്ലോ. അല്ലല്ല. അമ്മായി നീണ്ട ഒരു വിശദീകരണത്തിന് തയ്യാറെടുക്കുന്നത് പോലെ ഒന്ന് നിവർന്നു വീണ്ടും ചാഞ്ഞിരുന്നു. നീ ജിമ്മിനോട് സംസാരിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആളൊരു ഇന്റലക്ച്വലാണ് എന്ന് തോന്നിയിട്ടില്ലേ? പ്രായത്തിനനുസരിച്ചൊന്നും അല്ല, അതിനേക്കാളൊക്കെ എത്രയോ അറിവുണ്ട്. നമ്മുടെ നാട്ടിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഇതിനകം വല്ല സന്യാസിയായി കഴിഞ്ഞിരിക്കും. വിവേകാനന്ദനെയും മറ്റും പോലെ. വിവേകാനന്ദൻ, ജിമ്മ്. ചിരി വന്നു. പറയണതിൽ ഒരു അതിരൊക്കെ വേണ്ടേ? ചിരിക്കൊന്നും വേണ്ട, ആൾ ആ ടൈപ്പാണ്. ചിരി നിർത്താൻ കഴിഞ്ഞില്ല. ജിം സന്യാസി സങ്കല്പിച്ചു നോക്കി. സ്വർണ്ണവർണ്ണമുള്ള മുടിയും ചെമ്പിച്ച താടിയും. വടിച്ചു കളഞ്ഞാൽ എങ്ങനെയിരിക്കും? രാമകൃഷ്ണ മിഷനിലെ സ്വാമിജിമാരെ പോലെ. ചന്ദനം ചാണ പോലെയുള്ള തലയിൽ നീല ഞരമ്പുകൾ എടുത്തു പിടിച്ചു നിൽക്കുമായിരിക്കും. കണ്ണിനും മൂക്കിനും കൂടുതൽ വലിപ്പം തോന്നിക്കും. തെങ്ങിൻകുറ്റി പോലെ നീണ്ടുയർന്ന ഉടലിൽ കാവ്യ വസ്ത്രം, കയ്യിൽ ഓട്, മറ്റേ കയ്യിൽ ദണ്ട്, കാലിൽ മെതിയടി. സെറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമൊക്കെ തോന്നിക്കും. അലക് നിരഞ്ജൻ. കുറച്ചും കൂടി പരിചയപ്പെടുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും. അമ്മായി പിന്നെയും പറഞ്ഞു. ജിമ്മിനെ അശോകനെയും താരതമ്യപ്പെടുത്താനേ പാടില്ല. നോ കമ്പാരിസൺ. അല്ലെങ്കിലും തക്കാലത്തെ ഇതൊക്കെ ഒന്ന് കടന്നു കിട്ടിയാൽ ജിം വലിയ ഒരാളായി തീരും. രാജി അമ്മായിയെ സൂക്ഷിച്ചൊന്നു നോക്കി. അമ്മായി വേണ്ടതിലധികം സംസാരിക്കുന്നു, പൊക്കി പറയുന്നു. ഒരതിർത്തി വരെ ശരി, മനസ്സിലാക്കാം. പക്ഷെ ജിമ്മിനെ കുറിച്ച് ഇത്രയേറെ പറയാൻ കേൾക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ജിം സന്യാസി, വലിയ ഒരാൾ, ഒരു കൗബോയ് ഹീറോ ആയി ജിമ്മിനെ സങ്കല്പിക്കാനാണ് കൂടുതൽ രസം. ചടച്ചുയരത്തിലുള്ള ബലിഷ്ഠമായ ശരീരം അതിന് പറ്റിയതാണ്. അരയിൽ കൈത്തോക്കുകളും തോട്ടകൾ കോർത്ത പട്ടയും, കഴുത്തിൽ സ്കാർഫ്, തലയിൽ തൊപ്പി. കടുകിന്റെ നിറമുള്ള കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു. തന്നെ കാണുമ്പോൾ ബഹുമാന സൂചകമായി തൊപ്പിയിൽ സ്പർശിക്കുന്നു, പുഞ്ചിരി തൂകുന്നു. ആ, ഞാനൊന്ന് പറഞ്ഞേക്കാട്ടോ. അമ്മായി തോളത്തു തൊട്ടു. വെള്ളിത്തിരയിലെ ചിത്രം മാഞ്ഞുപോയി. കുഞ്ഞമ്മ പറഞ്ഞത് കേട്ട് നീ വെറുതെ അശോകനെ ഉപദേശിക്കാനൊന്നും പോണ്ട. ഉപദേശിക്കണമെന്ന് പറഞ്ഞില്ല ചേച്ചിയമ്മ. സൗകര്യം കിട്ടിയാൽ ഒന്ന് പറയാൻ. അതുകൊണ്ടെന്താ? ഒരു പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അശോകനും ഇതൊക്കെ വലിച്ചെറിഞ്ഞു മര്യാദക്കാരനായി കൂടുന്നില്ല. ആവുമായിരിക്കും. എന്നാൽ നന്നായി. പക്ഷെ അത് തനിയെ ആവട്ടെ. നിന്റെ ഉപദേശവും സഹായവും ഒന്നും വേണ്ട. നീ അവനോട് കൂടുതൽ സംസാരിക്കാനും പോണ്ട. അതുകൊണ്ട് എന്താ അമ്മായി? വേണ്ട, അത് തന്നെ. അമ്മായിയുടെ സ്വരത്തിലുള്ള ദാർഢ്യം അമ്പരിപ്പിക്കുന്നതായിരുന്നു. വെറുപ്പിന്റെ ലാഞ്ചനയും ഉണ്ടായിരുന്നില്ലേ എന്ന് സംശയിക്കണം. കാരണം പിടികിട്ടാതെ പകച്ചു നോക്കി. അമ്മായി ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കവിളത്ത് നിഴൽ പറ്റിക്കിടക്കുന്നു. ഒരറ്റം കടിച്ചു പിടിച്ച ചുണ്ട് സ്വതേ ശാന്തമായ മുഖത്തിന് ക്രൗരമണയ്ക്കുന്നുണ്ട്. എന്താ സംഗതി? ഇത്രത്തോളം തർപ്പിച്ച് പറയാൻ മാത്രം കുഴപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ ചേച്ചിയമ്മ പറഞ്ഞത്. മറ്റെന്തോ ഉള്ളിൽ കരുതിക്കൊണ്ടാണ് അമ്മായി പറയുന്നത്. ഓ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എനിക്കെന്താ. സൗകര്യം വന്നാൽ ഒരു വാക്ക് പറയാം അശോകനോട്. അതുകൊണ്ട് തകരാറൊന്നുമില്ല. ആട്ടെ, അമ്മായി വീണ്ടും വിഷയം മാറ്റി. നീ എന്നാ കോലാലംപൂർക്ക് വരണത്? തീർച്ചയില്ല. നിന്റെ അമ്മമ്മ ദിവസവും ചോദിക്കാറുണ്ട്. അമ്മ അമ്മയമ്മയെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വരാം. ഭദ്ര വന്നാൽ അപ്പോൾ തന്നെ മടങ്ങും. നീ കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി, പോരെ? മറുപടി പറയുമ്പോഴേക്കും വത്സലയും രമണിയും എത്തി. അമ്മായി ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു.
ദാത്തവും ചീനനും പോവാനുള്ള വല്ല ലക്ഷണമുണ്ടോ? ഡോണ്ട് നോ, വത്സലയാണ് മറുപടി പറഞ്ഞത്. ഇരുന്ന് വർത്താനം പറയാണ്. ഹു ആർ ദേ? മലായിക്കാരൻ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, ദാത്തോ ഓത്മൻ. മറ്റേതാണ് ഹോട്ടൽ കിങ് ഹോക്ക്. കൊച്ചച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചുമ്മാ അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പൊളിറ്റിക്സ് ആണ്. രമണി അലൂമിനിയം ചായം പൂശിയ സ്വിങ്ങിലിരുന്നു. ദാത്തോ ഓത്മാൻ ഈസ് ഗോയിങ് ടു ബി മിനിസ്റ്റർ ഷോർട്ട്ലി. ഈസ് ഇറ്റ്? എന്നാ എല്ലാവരും പറയണത്. കുറച്ച് കാലമായി തയ്യാറെടുത്ത് തുടങ്ങിയിട്ട്. അമ്മായി പറഞ്ഞു, മന്ത്രിയാവാൻ. എനിക്കയാളെ കണ്ടൂടാ. വളിച്ച പച്ചച്ചിരിയും ചിരിച്ചുകൊണ്ട് വരും. വത്സലയുടെ അച്ഛനുമായി ജോയിന്റ് ബിസിനസ് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായി. അതും പറഞ്ഞ് എന്നെ പിടിച്ച് ലേഡീസ് ക്ലബിലെ ഫണ്ട് കമ്മിറ്റിയിൽ ഇടാൻ നോക്കി. അതൊക്കെ മണിക്കുട്ടിയെ പോലുള്ളവർക്കേ പറ്റൂ. പറഞ്ഞതിൽ പുച്ഛം സ്ഫുരിച്ചിരുന്നു. രമണിക്ക് അത് മുഴുവനങ്ങ് ഇഷ്ടമായ മട്ടില്ല. മണിച്ചേച്ചി അവളുടെ ആരാധനാപാത്രമാണല്ലോ. മറ്റുള്ളവർക്കൊക്കെ സ്വല്പം പുച്ഛമാണെന്ന് തോന്നുന്നു. ചേച്ചിയമ്മ കൊള്ളിച്ചു തന്നെ പറയാറുണ്ട്. ആരെയും ഒരു കുറ്റവും പറയാത്ത അമ്മ പോലും ചിലപ്പോൾ പിടിക്കാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. മണിച്ചേച്ചി പരിഷ്കാരത്തിൽ സോഷ്യലൈറ്റായി നടക്കുന്നത് കൊണ്ട് മാത്രമാണോ, അതോ സുകുമാമയുമായുള്ള അടുപ്പം? കേൾക്കുന്നത് മുഴുവൻ ശരിയാണോ? ആയിരിക്കാം. എന്നാൽ തന്നെ എന്താ? സുകുമാമ, ഓ അതൊരു പ്രശ്നം. ലേഡീസ് ക്ലബിന് വേണ്ടി ഒരു ഡാൻസ് പരിപാടി വേണം പോലും. സുകുമാമയെ കൊണ്ട് പറയിപ്പിച്ചത് മനഃപൂർവ്വമാണ്. മറ്റാരായാലും മുഖത്തടിച്ച പോലെ പറയാം സാധ്യമല്ല എന്ന്. ഇനി കാലിൽ ചിലങ്ക കെട്ടില്ല എന്ന് നിശ്ചയിച്ചതാണല്ലോ. പക്ഷെ സുകുമാമ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കാം. നിർബന്ധിച്ചാൽ എന്താ ചെയ്യാന്നറിയില്ല. സുകുമാമ പിടിച്ച പിടിയാലെ നിന്നതുകൊണ്ടാണ് മദിരാശിക്ക് അയക്കാൻ ശ്രീമാമ സമ്മതിച്ചത് തന്നെ. അത് മറക്കാൻ പാടില്ലല്ലോ. എന്നാലും വയ്യ വയ്യ എന്ന് തന്നെ പറയാം. തൻ്റെ മനോവേദന സുകുമാമയ്ക്ക് മനസ്സിലാവും. അതെ, വയ്യ എന്ന് തന്നെ പറയാം. ഇനി മേടയിലേറി നൃത്തം ചെയ്യുന്ന ഏർപ്പാട് വേണ്ട, ഒരിക്കലും വേണ്ട. പിന്നെ അത് സാരമില്ല, കുട്ടിയെ പഠിപ്പിക്കുക മാത്രമല്ലേ, സാരമില്ല. പ്രിയയ്ക്ക് സന്തോഷാവും. നാണിച്ചുകൊണ്ടുള്ള ചോദ്യം. സുശീലയാണ് പഠിപ്പിക്കണതത്രേ. അതൊക്കെ ധാരാളം മതി. എന്നാലും പോട്ടെ, കുട്ടിയുടെ മോഹല്ലേ. താനും ഈ പ്രായത്തിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ക്ലിങ്ങിൽ പോയതും അച്ഛനെ കണ്ടതും. മദിരാശിയിൽ നിന്ന് വന്നിട്ട് അച്ഛനെ കണ്ടില്ല. കാണണോ? കാണണം. പക്ഷേ ആരും അറിയാതെ പോണം. അതാ പ്രയാസം. ശ്രീമാമയോ മറ്റോ അറിഞ്ഞാൽ ശകാരിക്കില്ലായിരിക്കാം. എന്നാലും മനസ്സിൽ വിഷമം കാണും. അല്ലമ്മ, പെട്ടെന്ന് വെല്ല് കടിച്ചു കൊടുഞ്ഞു. ഐ ഫോർഗോട്ട് വൺ തിങ്. അങ്കിൾ ഉണ്ണി ഫോൺ ചെയ്തിരുന്നു ഇന്ന് കാലത്ത്. അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണമെന്ന്. ഞാനത് അച്ഛനോട് പറയാൻ മറന്നു. നിന്റെ തലയിൽ എന്താ? അമ്മായി വത്സലയെ കുറ്റപ്പെടുത്തി. നിലാവ് വലിച്ചാണോ? നല്ല കാലം, ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നൂല്ലോ. കോലാലംപൂരിൽ മടങ്ങി എത്തിയിട്ട് ഓർമ്മ വെച്ചാൽ മതിയായിരുന്നു. എന്നാൽ അച്ഛൻ സൂപ്പ് വെച്ചേനെ നിന്നെ. ഐ ജസ്റ്റ് ഫോർഗോട്ട് ലാ. വാട്ട് ടു ഡു? എനിക്ക് ആ അങ്കിൾ ഉണ്ണിയെ ഇഷ്ടമല്ല, രമണി പറഞ്ഞു. ഒരു വല്ലാത്ത ടൈപ്പാ. അതെന്താ? രാജി രമണിയെ അത്ഭുതത്തോടെ നോക്കി. ഐ ഡോണ്ട് ലൈക്ക് ഹിം. എന്നെ കാണുമ്പോഴൊക്കെ ടീസ് ചെയ്യും. സോ സ്റ്റക്കപ്പ് ഓൾസോ. വാട്ട്? അമ്മായി ചിരിച്ചു. അവൾക്ക് എന്തറിയാം? ആടറിയുമോ അങ്ങാടി വാണിപ്പം എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? അതാണ് അവളുടെ സ്ഥിതി. എനിക്ക് ക്ലിയർ ആയില്ല അമ്മായി. എന്താ ആട്? തെരുവിൽ നടക്കുന്ന ആടിന് കടകളിലെ കച്ചവടത്തെക്കുറിച്ച് വല്ലതും അറിയോ? അതേപോലെ ഇവൾക്ക് മിസ്റ്റർ ഉണ്ണിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. എന്തൊരു അന്തസ്സും യോഗ്യതയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്നോ? മേ ബി. പക്ഷെ എനിക്കിഷ്ടമല്ല. മണിച്ചേച്ചി ഓൾസോ ഡോണ്ട് ലൈക്ക് ഹിം. മണിച്ചേച്ചിക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ പിന്നെ നിനക്ക് ഇഷ്ടാവാൻ പാടില്ലല്ലോ. അമ്മായി കളിയാക്കി. മണിച്ചേച്ചിയല്ലേ ഇപ്പൊ നിന്റെ ഐഡിയല്? രമണി മുഖം കോട്ടി. ശരി, കുട്ടികൾ ഇവിടെ ഇരിക്കും. അമ്മായി എണീറ്റു. ഞാൻ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ. എല്ലാവരുടെയും ചായ കുടി കഴിഞ്ഞില്ലേ? ഉവ്വ്, വത്സല പറഞ്ഞു. ആ അമ്മേ, മിസ്റ്റർ ഉണ്ണിയെ കാണണം എന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കൂട്ടോ. ഞാൻ പറയണത് എന്തിനാ? നീയല്ലേ മറന്നത്? നീ തന്നെ പറഞ്ഞോ. പ്ലീസ് അമ്മേ, പ്ലീസ്. വെൽ, ഓക്കെ, താങ്ക് യു. ഞങ്ങളിവിടെ ഉണ്ടാവും. പോവാറായാൽ വിളിച്ചാൽ മതി. അമ്മായി ശരിയെന്ന് തലയാട്ടി പതുക്കെ നടന്നകന്നു. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ പണ്ടത്തതിലും കുറച്ച് തടിച്ചിട്ടുണ്ടെന്ന് തോന്നും. പൊക്കം കുറവായതുകൊണ്ട് കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. തലമുടിയും കൂടിയ മട്ടുണ്ട്.
പണ്ടേ തന്നെ ഉണ്ട് ഒരാൾക്ക് എടുക്കുവോളം. അതിൽ പകുതി തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. കുതിരവാല് പോലെ കുറച്ചേ ഉള്ളൂ തനിക്ക്. തിരുപ്പനോ കുഞ്ചലമോ വെച്ച് കെട്ടണം. വലിയ മിനിപ്പും കറുപ്പും ഇല്ലതാനും. എന്നിട്ട് മുടിയിൽ വിരലോട്ടിച്ചുകൊണ്ട് വാസുവേട്ടൻ പറഞ്ഞു, ഈ മുടി ഇങ്ങനെ തലോടാൻ എന്തോരാനന്ദമാണെന്നോ. സോ സോഫ്റ്റ്. മുഖസ്തുതിയാണെന്ന് അറിയാമായിരുന്നെങ്കിലും അത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടു. കണ്ണടച്ച് മാറത്ത് തല ചായ്ച്ചിരുന്നു. ദുഷ്ടൻ, ദ്രോഹി, ഇതിലും ഭേദം കുത്തി കൊല്ലുകയായിരുന്നു. എന്തെല്ലാം ചക്കരവാക്കാണ് പറഞ്ഞത്. നീ എൻ്റെ ജീവനാണ്, നീയാണ് എൻ്റെ സർവസ്വം. നിന്നെ മറ്റൊരാൾ നോക്കുന്നത് കൂടി എനിക്ക് സഹിക്കില്ല. ശ്യാമോ, സ്വൈര്യം കെടുത്തുന്നുണ്ടോ? പേടിക്കണ്ട, ഞാൻ വാൺ ചെയ്യാം. ഞാനിരിക്കെ ഒരു കുട്ടി നിന്നെ തൊടില്ല. ഏത് മണി കെട്ടിയ വമ്പനായാലും അന്നവൻ്റെ ശവമാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ കാണുക. ശവം. പേടിക്കണ്ട. അതേ വാസേട്ടനാണ് പറഞ്ഞത്. രാജ്യമൊന്ന് മനസ്സ് വെച്ചാലേ നടക്കൂ. 1.5 ലക്ഷം കൂടി ഇല്ലാതെ ഒന്നുമാവില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാം ആയില്ല. ചെലവുകളൊക്കെ ഇനിയാണ് കിടക്കുന്നത്. സ്റ്റുഡിയോ റെന്റ്, ലാബറട്ടറി ചാർജസ്, സ്റ്റാഫിനുള്ള ശമ്പളമൊക്കെ ബാക്കി കിടക്കുകയാണ്. റിലീസിന് മുമ്പുള്ള പബ്ലിസിറ്റിക്ക് തന്നെ വേണം 1 ലക്ഷമെങ്കിലും. അതിന് ഞാൻ മുത്തച്ഛനോ അമ്മാവനോ എഴുതാൻ പറഞ്ഞാൽ അത് സമ്മതമല്ല. പിന്നെ ഇതേ വഴിയുള്ളൂ. ചെട്ടിയാരുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. രാജ്യമൊന്ന് മൂളിയാൽ മതി. ചെകിട്ടത്ത് ആഞ്ഞു വലിച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. ഇലിപ്പിയെ ചിരിയും ചിരിച്ച് ചടഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? പിശാച്. അരവിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അല്പം കഴിഞ്ഞ് ഒന്ന് തേങ്ങാനും. ദൈവമേ, മനുഷ്യന്റെ മനസ്സ് ഇത്രമാത്രം കരിപിടിച്ചതാവുന്നത് എങ്ങനെ? ഈ സ്വപ്നം കാണിച്ചതെല്ലാം ഒടുവിൽ വിറ്റ് വിലയാക്കാനായിരുന്നുവോ? ചന്ദ്രിക പറഞ്ഞത് എത്ര വാസ്തവം. ഞാൻ ജലസി കൊണ്ട് പറയണതല്ല. എൻ്റെ കുട്ടികളുടെ അച്ഛനെ എനിക്ക് നല്ലോണം അറിയാം. ഇഷി അനുഭവിച്ചതാണ്. കുറേ കാലമായിട്ട് ഞാൻ ഇടങ്കോലി ഇടാറില്ല. ഫലമില്ലെന്നറിഞ്ഞിട്ട് എന്തിനാ മെനക്കെടണത്? പക്ഷേ കുട്ടിയൊരു മലയാളിയാണ്. വലിയ ഫാമിലിയിൽ പെട്ടതാണെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് മാത്രം പറയാണ്. അതൊന്നും കേൾക്കാനുള്ള മനോനിലയായിരുന്നില്ല. ലഹരിയിലായിരുന്നു. ഫോൺ ടപ്പന്ന് താഴെ വെക്കുക മാത്രം ചെയ്തു. നശിക്കാനുള്ളവരുണ്ടോ? നല്ല വാക്ക് കേൾക്കുന്നു. നശിക്കുക എൻ്റെ വിധിയാണ്. രാജിച്ചേച്ചി, രമണി തോളിൽ സ്പർശിച്ചപ്പോൾ ഞെട്ടിത്തെറിച്ചു. മനസ്സ് മറന്ന് അഭിനയിക്കുന്നതിനിടയിൽ ഡയറക്ടർ അവിചാരിതമായി കട്ടെന്ന് വിളിച്ച് പറഞ്ഞതുപോലെ. എന്താ രാജിച്ചേച്ചി മിണ്ടാണ്ട് എങ്ങനെ ഇരിക്കണത്? ഒന്നുമില്ല, കം. രമണി കൈപിടിച്ചു വലിച്ചു. എൻ്റെ കൂടെ സ്വിങ്ങിലിരിക്കൂ. ഓക്കെ. എഴുന്നേറ്റ് സ്വിങ്ങിലിരുന്നു. രണ്ടുപേരുടെ കനം താങ്ങാനുള്ള ശക്തിയുണ്ടോ? ചായം ഇളകിപ്പോയി. ചങ്ങല കുറേശ്ശെ തുരുമ്പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജിച്ചേച്ചി, രമണി ഗണേശനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? രമണി വാരിക്കലൂടെ കൈ ചുറ്റിക്കൊണ്ട് ചോദിച്ചു. മേക്കപ്പ് ഒന്നും ഇല്ലാതെ? ഉവ്വ്. വത്സലയുടെ ഫേവററ്റ് സ്റ്റാറാണ്. അതെയോ? ഐ ഡോണ്ട് ലൈക്ക് എനി ഓഫ് ദം, വത്സല പറഞ്ഞു. തമ്മിൽ ഭേദം ജമിനി ഗണേശ് ആണെന്ന് മാത്രം. അല്ലാട്ടോ രാജിച്ചേച്ചി, രമണി കുസൃതി പറയുന്ന മട്ടിൽ കണ്ണിറക്കി. ഫേവററ്റ് ആണ്. അതിന് കാരണം എന്താന്നോ? എപ്പോഴും പറയും. ഷട്ടപ്പ്. ഞാൻ പറയും, രാജിച്ചേച്ചി, ഹർ ബോയ് ഫ്രണ്ട് ലുക്സ് ലൈക്ക് ഹിം. ഷട്ടപ്പ് രമണി. എന്തിനാ ഷട്ടപ്പ്? ശരിയല്ലേ? വത്സല തന്നെ പറയാറില്ലേ രാജിച്ചേച്ചി, ഹീസ് എ നൈസ് ബോയ്, പക്ഷെ ഹീസ് എ പനംകൊട്ട. ഷട്ടപ്പ്. വത്സല നിലത്തുനിന്ന് ഒരു കൊച്ചു കല്ല് പെറുക്കിയെടുത്ത് രമണിയുടെ നേരെ എറിഞ്ഞു. ഒന്നുമില്ലാട്ടോ രാജിച്ചേച്ചി, ഇവള് വെറുതെ ഇല്ലാത്തത് പറയാണ്. ഉണ്ടെങ്കിലെന്താ? രാജി ചിരിച്ചു. ഞാൻ അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആരോടും പറയില്ല. ഇല്ലാത്തതൊന്നും അല്ല രാജിച്ചേച്ചി, ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, ടീച്ചറാണ്. വേണ്ട രമണി, വത്സല താക്കീത് ചെയ്തു. നിന്റെ കാര്യമൊക്കെ ഞാനും വിളിച്ചു പറയും. പറഞ്ഞോളൂ, ഐ ഡോണ്ട് കെയർ. രാജിച്ചേച്ചി, ആള് ടീച്ചറാണ്. പേരെന്താ നോക്കൂല? കുല? യെസ്, ലൈക്ക് തേങ്ങാക്കുല. രമണി കുടുകുട ചിരിച്ചു. ഫുൾ നെയിം കുലരാജ എന്നാണ്. എവരി വൺ കാൾസ് ഹിം കുല. നല്ല ഹോക്കി പ്ലെയറാണ്. സെലാങ്കൂർ സ്റ്റേറ്റ് ടീമിൽ പ്ലേ ചെയ്യാറുണ്ടോ? അതെയോ? വത്സലയെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. അവൾ മനസ്സില്ലാ മനസ്സോടെ അതേന്ന് തലയാട്ടി മുഖം കൊഴിച്ചു. നാണവും അഭിമാനവും ഒരേ സമയത്ത് സ്പോട്ട് ലൈറ്റ് അടിച്ചിരുന്നു അവളുടെ കണ്ണുകളിൽ. വെരി ഹാൻസം ആണ് കേട്ടോ, രമണി ഉത്സാഹത്തോടെ തുടർന്നു. ജമിനി ഗണേശനെ പോലെ തന്നെ. ഏറ്റവും ഗംഭീര നിറാണ്. എന്ത് നിറാന്നോ? ജസ്റ്റ് ലൈക്ക് കോൾ. വത്സല ഈർഷ്യാകുലമായ ഒരു നോട്ടം നോക്കി. അച്ഛൻ റെയിൽവേയിൽ ഫയർമാൻ ആയിരുന്നു, അതാ കാരണം. അല്ല കേട്ടോ, ഷീസ് ലൈ.
രമണി ചൊടിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. ഓഹോ, രമണി കൊഞ്ഞനം കാട്ടി. ഒന്നുമില്ല എന്നല്ലേ ഇത്തിരി മുമ്പ് പറഞ്ഞത്? ഇപ്പൊ വെളിച്ചത്ത് വന്നോ? എന്നാൽ ഇനി അവനവൻ തന്നെ പറയൂ, കേൾക്കട്ടെ. പറയാനൊന്നുമില്ല കേട്ടോ രാജേച്ചി. വത്സല ബെഞ്ചിന്റെ അറ്റത്തേക്ക് നീങ്ങിയിരുന്നു. വി ആർ ഗുഡ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അതെ അതെ, രമണി നിഷേധാത്മകമായി തലയാട്ടി. ലൈക്ക് ഗാർഡൻസിൽ ഞാൻ പറയണോ? പറഞ്ഞു. ഐ ഡോണ്ട് മൈൻഡ്. എന്നാലും ബെറ്റർ ദാൻ യു കേട്ടോ രാജി ചേച്ചി. ഈ രമണിയില്ലേ, ഷീസ് എ ഫ്ലോട്ട്. രമണിക്ക് ഇടയ്ക്ക് കയറാൻ ഇടം കൊടുക്കാതെ അതിവേഗത്തിലാണ് വത്സല സംസാരിച്ചത്. ഓരോ ദിവസം ഓരോ ബോയാണ്. ആദ്യം ഒരു തമിഴ് ബോയായിരുന്നു, പിന്നെ ഒരു ബംഗാളി. സുരേഷാണ് പെർമനന്റ് ആൻഡ് ഒഫീഷ്യൽ. ഇപ്പൊ ആരാണെന്നോ? ഒക്കെ ലൈസാട്ടോ രാജി ചേച്ചി, രമണി ശാന്തത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ പകരത്തിന് പകരം പറയുകയാണ്. അല്ലാട്ടോ രാജി ചേച്ചി, കണ്ണ് രണ്ടാണ് സത്യം. ബംഗാളി പോയി ഓസ്ട്രേലിയയില, ഇപ്പോഴും എഴുതും പാവം. ലാസ്റ്റ് വീക്ക് കൂടി എഴുത്തുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞതാട്ടോ. അത് വെറും ഫ്രണ്ട്ലി ലെറ്ററാണ്. അതെ അതെ, വത്സല കളിയാക്കുന്ന മട്ടിൽ തലകുലുക്കി. ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്ലി ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ല ഫ്രണ്ട്ലിയാ, ഫ്രണ്ട്ലി. കോലാലംപൂരിലുള്ളവർക്ക് സകലർക്കും അറിയാം. സുരേഷ് കുറേ ദിവസം മുഷിയും കൂടി ചെയ്തു. മുഷിഞ്ഞാൽ അലക്കാം, ഡോൺ വറി. രമണി കൊഞ്ഞനം കാട്ടി. എന്താച്ചാൽ പറഞ്ഞോളൂ, ഡോൺ ബിലീവ് ഇട്ടോ രാജി ചേച്ചി. രാജി ചിരിച്ചു. ചെറിയ കുട്ടികളെ പോലെയാണ് അവർ അന്യോന്യം കുറ്റപ്പെടുത്തുന്നത്. തന്നേക്കാൾ 2-3 വയസ്സേ കുറവുള്ളൂ. പക്ഷേ അവരെക്കാൾ എത്രയോ പ്രായം കൂടുതലുണ്ട് തനിക്കെന്ന് തോന്നുന്നു. മധ്യവയസ്സ് കഴിഞ്ഞതുപോലെ രമണിയെയും വത്സലയും പോലെ തന്നെ കളിക്കാനും ചിരിക്കാനും തുള്ളിച്ചാടി നടക്കാനും കഴിഞ്ഞെങ്കിൽ. ഇല്ല, ഇനി ഒരിക്കലും കഴിയില്ല. ഈ ജീവിതത്തിന്റെ ദുഃഖഭാരം തോളിൽ കയറി കഴിഞ്ഞതാണല്ലോ. ടെൽ മീ ഇൻ മൈ ഫേസ്, വത്സല വെല്ലുവിളിച്ചു. ആ ബംഗാളി ബോയ് നീയും തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. രമണി ഉറപ്പിച്ച് പറയുന്നതിൽ നിന്ന് തന്നെ ആത്മവിശ്വാസക്കുറവ് വ്യക്തമായിരുന്നു. വെറും ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലാതെ ഹീ ഈസ് നോബഡി ടു മീ. അത് ശരിയാണ്, വത്സല പല്ലിളിച്ച് കാട്ടി. ഇപ്പൊ എന്ന് വെച്ചാൽ നൗ അയാൾ ആരുമല്ല. എന്താച്ചാൽ ഇപ്പൊ അശോകേട്ടന്റെ പിന്നാലെ ആണല്ലോ ഓട്ടം. യു ഡേർട്ടി. രമണി പെട്ടെന്ന് ചാടി എണീറ്റ് വത്സലയുടെ വായ പൊത്തി. ഊഞ്ഞാൽ പിന്നോട്ടാഞ്ഞു. രാജി വീഴാൻ പോയി. പക്ഷെ ചങ്ങലയിൽ പിടിച്ച് ബാലൻസ് വീണ്ടെടുത്തു. വത്സല രമണിയുടെ കൈ ബലാൽ പിടിച്ചു നീക്കി എന്തോ പറയാൻ ശ്രമിച്ചു. രമണി കൂടുതൽ ശക്തിയോടുകൂടി പൊത്തിപ്പിടിച്ചു. മതി മതി, രാജി കൈകൊണ്ട് ആംഗ്യം കാട്ടി. വിട, കളിച്ച് കളിച്ച് കാര്യമാവരുത്. വിടാം. രമണി തലയാട്ടി. പക്ഷെ വേണ്ടാത്തൊന്നും പറയില്ല എന്ന് പറയട്ടെ. ഇനി പറയോ? വത്സല ഇല്ല എന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ഉറപ്പുവരുത്താൻ വേണ്ടി അല്പനേരം കൂടി ബലം പിടിച്ച ശേഷം രമണി പിടിവിട്ടു. തിരിയടക്കാൻ പണിപ്പെട്ട വത്സല 2-3 തവണ ദീർഘമായി ശ്വാസം കഴിച്ച് എഴുന്നേറ്റുന്നു. സുരേഷ് നിന്നെ മർഡർ ചെയ്യും, നോക്കിക്കോ അശോകേട്ടന്റെ പിന്നാലെ നടന്നാല്. പറഞ്ഞു കഴിഞ്ഞതും വത്സല ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് രമണി പിന്നാലെ പാഞ്ഞു. അവരിവരും പുൽത്തകടിയിലും വിശറിപ്പനകൾക്ക് ചുറ്റും ഓടിക്കളിച്ചു. ശരിക്കും 2 ചിത്രശലഭങ്ങളെ പോലെ. അസൂയ തോന്നി. എത്ര ഹൃദയലാഘവത്തോടെയാണ് അവർ ചിരിക്കുന്നതും കളിക്കുന്നതും. ഭാഗ്യം ചെയ്തവർ. പ്രേമവും ഒരുപക്ഷെ അവർക്ക് ഇതേപോലെ വിനോദമായിരിക്കാം. രമണി ഫ്ലർട്ടാണത്രേ. തമിഴൻ, ബംഗാളി, സുരേഷിനെ വന്നതിൽ പിന്നെ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടോ ആവോ ആള്? രമണി സുരേഷിന് പണ്ടേ ഒഴിഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ അശോകന്റെ പിന്നാലെയോ ആവോ? വത്സല പറഞ്ഞതിൽ എന്തോ സത്യമുണ്ട്. അല്ലെങ്കിൽ രമണി വായ പൊത്തിപ്പിടിക്കില്ലല്ലോ. അശോകേട്ടൻ ലുക്ക് സ്മാർട്ട്. അപ്പോൾ അതത്ര ശ്രദ്ധിച്ചില്ല ആവോ? ഇതൊക്കെ വെറും ഭ്രമം. പ്രേമമെന്നൊന്നും പറഞ്ഞുകൂടാ, പ്രായത്തിൻ്റെ ആണ്. പ്രായത്തിൻ്റെ? അപ്പോൾ തൻ്റെ കാര്യമോ? താനെന്താ വലിയ മുത്തശ്ശിയായോ? ഇത് തന്നെയല്ലേ തനിക്കും പ്രായം? 2 പേരും വട്ടമിട്ട് ഓടുകയാണ്. രമണി കാറ്റത്ത് പറക്കുന്നത് പോലെ. അവളെപ്പോലെ ആവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്നും ഗൗരവത്തിലെടുക്കാതെ ഒന്നു വിട്ടാൽ ഒന്നെന്ന മട്ടിൽ ജീവിക്കുക. എന്നാൽ ഇത്ര ദുഃഖിക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ താനാ തരക്കാരിയല്ല. അവൻ കഴിയില്ല. സ്നേഹിച്ചു, ആഴത്തിൽ സ്നേഹിച്ചു. തൻ്റെ പ്രകൃതം അതാണ്. എല്ലാവരോടും ആടിക്കുഴയുന്നവരാണ് സിനിമാ ലോകത്തിൽ ഏറിയ കൂറും. ബന്ധങ്ങളെല്ലാം നിസ്സാരം, ഉടുപ്പ് മാറ്റുന്ന മാതിരി. അവരെപ്പോലെ അതപ്പതിക്കാൻ മനസ്സ് വന്നില്ല. അതിൻ്റെ വിനയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാം ലഘുവും നിസ്സാരവുമായി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഉറക്കിയൊരു ചിരി, തുടർന്നൊരു കൈകൊട്ടലും.
രമണി നിലത്ത് കൈയും കുത്തി മലർന്നിരിക്കുകയാണ്. ചിരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് നാണവും കോപവും ഉണ്ട്. ഓടുന്നതിനിടയിൽ തടഞ്ഞു വീണതാണെന്ന് തോന്നുന്നു. ചെരുപ്പുകളിലൊന്നും ദൂരെ തെറിച്ച് കിടക്കുന്നു. കൈകൊട്ടി ചിരിച്ചത് രവിയാണ്. ഓ, എത്തിയോ? കൊണ്ട പോലെ വെട്ടി നിർത്തിയ മഞ്ഞച്ചെട്ടിയുടെ പിറകിൽ നിന്ന് അശോകനും പിന്നാലെ ജിമ്മും പ്രത്യക്ഷപ്പെട്ടു. വത്സല എവിടെ? ചുറ്റും നോക്കി. കാണാനില്ല. ഒളിച്ചു നിൽക്കുകയാവും. ഗിവ് മീ $1, രവി രമണിയോട് പറഞ്ഞു. ഐ വിൽ ക്യാച്ച് ഹെർ ഫോർ യു. രമണി എഴുന്നേറ്റ് കൈ തട്ടിക്കൊടുഞ്ഞു. ഞാൻ തന്നെ പിടിച്ചോളാം. ഐ വിൽ ഗെറ്റ് ഹെർ സം ടൈം. ഓക്കെ. രവി തോൾ കുലുക്കി. പ്ലീസ് യുവർസെൽഫ്. രമണി വസ്ത്രമൊന്നൊതുക്കി മേൽചുണ്ടിലെ വിയർപ്പ് ഇടത്തെ കൈകൊണ്ട് തുടച്ച് അശോകനെ അഭിവാദ്യം ചെയ്തു. ഹായ് അശോകേട്ടൻ. ഹായ് സ്വീറ്റി. അശോകൻ പ്രത്യഭിവാദം ചെയ്തുവെങ്കിലും രമണിയെ ശ്രദ്ധിച്ചതായി തോന്നിയില്ല. രമണിയുടെ മുഖം കാണത്തക്ക വിധം വാടി. അശോകനും ജിമ്മും അടുത്തെത്തിയപ്പോൾ രാജി സ്വിങ്ങിൽ നിന്ന് എഴുന്നേറ്റു. ആർ യു ലീവിങ്? ജിം ചോദിച്ചു. ഡിഡ് വി ഡിസ്റ്റർബ് യു? നോ. എന്നാൽ ദയവ് ചെയ്തിരിക്കും. വേണ്ട, കുറേ നേരമായി ഇരിക്കുന്നു. അശോകന്റെ മുഖമെന്താ വല്ലാതെ ഇരിക്കുന്നത്? അശോകന്റെ മാത്രമല്ല, ജിമ്മിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ട്. ജിമ്മിന്റെ നെറ്റിയും കവളും പൊള്ളലേറ്റ പോലെ തുടുത്തിരിക്കുന്നു. എന്റെ മുഖമോ? അശോകൻ വിരൽത്തുമ്പുകൊണ്ട് താടി ചൊറിഞ്ഞു. ഓ, കുറേ നേരം ബോട്ടിലായിരുന്നു. അതാവും. നല്ല വെയില്. ബോട്ടിലോ? അതെ, ജിമ്മാണ് പറഞ്ഞത്. ഞങ്ങളൊരു ബോട്ട് വാടകയ്ക്കെടുത്ത് ചുമ്മാ കുറെ കറങ്ങി. സുജാക്കും ഉണ്ടായിരുന്നു. ഗുരുവിന്റെ മാൻ ഫ്രൈഡേ അറിയില്ലേ? ഇല്ലെന്ന് ഉവെന്നും അർത്ഥമാക്കാവുന്ന മട്ടിൽ തലയാട്ടി. ഇരിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നിരിക്കണം. ജിം മുടി മാടി ഒതുക്കി. സ്വല്പം തളർച്ചയുണ്ട്. എന്നാലും രസമുള്ള യാത്രയായിരുന്നു അല്ലേ അശോക്? ഓ വളരെ രസമുള്ളത്. ജിമ്മേലിരുന്ന അശോകനെ അടുത്ത് പിടിച്ചിരുത്തി. പരിചിതമല്ലാത്തൊരു ഗന്ധം മൂക്കിലടിച്ചതുപോലെ തോന്നി രാജിക്ക്. സിഗരറ്റിന്റെ അല്ല, ചുരുട്ടിന്റെ അല്ല. അതൊക്കെ തനിക്ക് പരിചയമുള്ളതാണ്. അതുപോലെ എന്തോ ഒന്ന്. വീണ്ടും അശോകനെ സൂക്ഷിച്ചു നോക്കി. വെയില് കൊണ്ടതിൻ്റെ മാത്രം വാട്ടമല്ല മുഖത്തുള്ളത്. കണ്ണുകളിൽ ഒരേ സമയത്ത് തിളക്കവും മയക്കവുമുണ്ട്. സംസാരിക്കുമ്പോൾ നാക്ക് തികച്ചും വഴങ്ങാത്തതുപോലെ. ഒരു ഇഴയ്ക്കലും. കുടിച്ചിട്ടൊന്നുമില്ലല്ലോ? അല്ല, അതല്ല, മറ്റെന്തോ ആണ്. രമണി! വത്സലയുടെ വിളി. അവൾ തെച്ചിയുടെ പിറകിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പോവാണ് അകത്തേക്ക്. യു കമ്മിങ്? രമണി ഇല്ലെന്ന് തലയാട്ടി. ഉത്തരം പ്രതീക്ഷിച്ചത് തന്നെ എന്ന മട്ടിൽ തോളൊന്ന് കുലുക്കി വത്സല പതുക്കെ വീട്ടിനുള്ളിലേക്ക്. പോകുന്നില്ലെങ്കിൽ ഇരിക്കോ? ജിം പിന്നെയും ഇരുന്നു. ഇരുന്നാലോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, ഇനി അകത്തേക്ക് പോകാം. ഇല്ല, ഇരിക്കുന്നില്ല. എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. എവിടേക്കാ? ടൗണിലേക്കാണോ? എങ്കിൽ ഞാനും വരാം. വെറുതെ കാറ്റുകൊള്ളാൻ. ഞങ്ങൾ പോയിട്ട് പോയാൽ മതി രാജ് ചേച്ചി. രമണി കൈപ്പിടിച്ചു. വലിയച്ഛൻ ഇപ്പൊ പുറപ്പെടും. അതുവരെ ഇരിക്കുന്നേ. ബെൽ, ശരി. രമണി കൈ പിടിച്ചു വലിച്ചു സ്വിങ്ങിൽ കൊണ്ടുപോയി ഇരുത്തി. അവളും ഇരുന്നു. അവളുടെ നോട്ടം അശോകന്റെ മുഖത്തായിരുന്നു. അശോകൻ പക്ഷേ മറ്റെങ്ങോ ആണ് നോക്കിയിരിക്കുന്നത്. ഇരിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നിരുന്ന രവി അശോകന്റെ അടുത്ത് ഇരിപ്പ് പിടിച്ചു. ഞങ്ങൾ പാസർ കൂണിങ്ങി വരെ പോയി. ജിം പറഞ്ഞു. എന്തൊരു സുന്ദരമായ അനുഭവമാണെന്നോ. ജിം തോണി യാത്രയെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു ഉത്സാഹത്തോടെ. രാജി അതൊക്കെ ശ്രദ്ധിച്ചു മൂളി. പക്ഷേ ജിമ്മിന്റെ നേരെ നോക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വല്ലപ്പോഴുമല്ലാതെ നോക്കിയിരിക്കാനുള്ള ത്വര ശക്തമായിരുന്നു. അതിലെന്തോ പന്തികേടുണ്ടെന്നുള്ള തോന്നലും അത്ര തന്നെ ശക്തമായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ അശോകനിലും രമണിയിലും കേന്ദ്രീകരിച്ചു. രമണി ഇടയ്ക്ക് കയറി അശോകനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. അശോകൻ എന്തൊക്കെയോ മറുപടിയും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു താല്പര്യവുമില്ലാത്ത മട്ടിൽ. അതും വല്ലപ്പോഴും മാത്രം. വത്സല പറഞ്ഞത് ശരിയാണ്, 100%. രമണിക്ക് അശോകനിൽ കമ്പം കയറിയിട്ടുണ്ട്. ആരാധനാഭാവത്തോടെയാണ് നോക്കിയിരിക്കുന്നത് തന്നെ. പക്ഷേ അശോകൻ അതൊന്നും അറിഞ്ഞ മട്ടില്ല. രമണിയെ സംബന്ധിച്ചിടത്തോളം വൺ വേ ട്രാഫിക് ആണെന്ന് തോന്നുന്നു. പ്രേമമൊന്നുമല്ല, ഭ്രമം, വെറും ഭ്രമം. 4 ദിവസം കഴിഞ്ഞാൽ ചിറകറ്റി വീഴും. പുതിയ ചിറകുകൾ സമ്പാദിച്ച് വീണ്ടും പറക്കും. ഇതൊരു കളി. ഇത്രേ പറഞ്ഞുകൂടൂ. കുട്ടികൾ മാറി മാറി കളിപ്പാട്ടം എടുക്കുന്നത് പോലെ. കേട്ടോ രാജി, ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചപ്പോൾ സുജാക്കിനൊരു അത്ഭുതം. ജിം പറയുകയാണ്, ബേയിൽ എത്ര ബോട്ടുകൾ ഒടിച്ചു കളിച്ചിരിക്കുന്നു. ചിരിച്ചു. പക്ഷെ അസ്വസ്ഥത തോന്നി. ആ രാജീവിളി വേണ്ടിയിരുന്നില്ല. ശരിയാണ്, അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അതിൽ പരിഭവവുമില്ല. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്ര സ്വാതന്ത്ര്യത്തോടെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു കോച്ചൻ. ജിം ഈസ് വെരി ഗുഡ് രാജ് ചേച്ചി.
രവിയുടെ സ്വരത്തിൽ ആരാധനാഭാവമുണ്ടായിരുന്നു. എത്ര വേഗത്തിലാ വിട്ടതെന്നോ, റിയൽ എക്സ്പേർട്ട്. സുജാക്ക് ഭയപ്പെട്ടു. ജിം തുടർന്നു, പേടിക്കാനെന്താ, ഇതൊന്നും സാരമില്ല, ആഴം കുറഞ്ഞ വെള്ളമാണല്ലോ. രാജി അഭിനന്ദിക്കുന്ന മട്ടിൽ പുഞ്ചിരി തൂകി. ജിമ്മിന്റെ മുഖത്തെ തുടുപ്പ് വേറെ കാണാം. റോസാപ്പൂവിന്റെ നിറം, കണ്ണുകളിൽ പ്രകാശമുണ്ട്. സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്, പറയുന്നതിന്റെ ഊർജ്ജസ്വലത മുഴുവൻ പ്രതിഫലിക്കുന്നത് പോലെ. എന്തൊരാകർഷകമായ സ്വരമാണ് ജിമ്മിൻ്റേത്. ഗൗരവവും ലാഘവവും ഒരേ സമയം ലയിച്ചു കിടക്കുന്നു അതിൽ. ഇംഗ്ലീഷ് ഉച്ചാരണത്തിന് തന്നെ പുതിയ മിഴിവ് കൈവരുന്നത് പോലെ. ആൾ ഇന്നൽപ്പം ഭേദത്തിലാണെന്ന് തോന്നുന്നു. തലമുടി കോതാതെ ചിതറിക്കിടക്കുകയാണെങ്കിലും വസ്ത്രധാരണത്തിൽ സ്വല്പം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. മാലയും വിചിത്ര വർണ്ണങ്ങളിലുള്ള ബെൽറ്റുമൊക്കെയുണ്ട്. എന്നാലും വൃത്തികേട് തോന്നുന്നില്ല. കോളറുള്ള നീല ബനിയനും നീല കാലുറയും നല്ല യോജിപ്പാണ്. തലമുടിയൊന്ന് ക്രോപ്പ് ചെയ്ത് താടി വടിച്ചു കളഞ്ഞ് നല്ല വസ്ത്രം ധരിച്ചാൽ യോഗ്യനായിരിക്കും, സുന്ദരനും. ഹിപ്പി ആവുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കും. എത്ര പെൺകിടാങ്ങൾ പിന്നാലെ നടന്നിരിക്കുമോ ആവോ. കുറേയേറെ ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നിരിക്കും. അമേരിക്കയിൽ അതൊക്കെ നാട്ടുനടപ്പാണല്ലോ. കാറിൽ സവാരിക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ലജ്ജ തോന്നി. ആരോട്, എന്തിനു വേണ്ടി എന്നൊന്നുമില്ലാതെ അവ്യക്തമായ ഒരു അസൂയ. ഓട്ട കണ്ടിട്ട് വീണ്ടും ജിമ്മിനെ നോക്കി. മൂപ്പര് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചുണ്ടനങ്ങുന്നതനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്ന മീശ കാണാനൊരു രസമുണ്ട്. മൂക്ക് ഇടയ്ക്കിടെ വിടരുന്നുണ്ട്. അതനുസരിച്ച് കണ്ണുകൾ തിളങ്ങുന്നുമുണ്ട്. ആ തിളക്കം മുഖത്തിനാകെ ഒരു ദീപ്തി നൽകുന്നു. ഓരോ നോട്ടവും ഓരോ നീലക്കുരുവി പറന്നു വന്നിരിക്കുന്നത് പോലെയാണ്. കനലിൽ തൊട്ട വിരല് പോലെ നോട്ടം പെട്ടെന്ന് പിൻവലിച്ചു. ജിം സംഭാഷണം നിർത്തി തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയായിരുന്നു എന്ന ബോധ്യം പൊടുന്നനെയാണ് മനസ്സിലുദിച്ചത്. ജാള്യം തോന്നി. ജിമ്മിൻ്റെ കണ്ണുകളിൽ അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു. അബദ്ധമായി. ബന്ധപ്പെട്ട് ചുറ്റും കണ്ണോടിച്ചു. അശോകനും രമണിയും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം. വീണ്ടും കടക്കണ്ണിലൂടെ ജിമ്മിനെ ശ്രദ്ധിച്ചു. ജിം വിശറിപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രാജി പുല്ലിൽ കണ്ണു താഴ്ത്തി നഖം കടിച്ചു. ജിം എന്ത് വിചാരിച്ചിരിക്കുമോ ആവോ. പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടല്ല നോക്കിയത്. എന്നാലും ജിം തെറ്റിദ്ധരിച്ചിരിക്കാം. പാടില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയി. ജിമ്മിന്റെ സാന്നിധ്യത്തിൽ വിചാരിക്കാത്ത ചലനങ്ങൾ അനുഭവപ്പെടുന്നു. അരുത്, അനുവദിക്കരുത്, വിഡ്ഢിത്തം കാണിക്കരുത്, ഒഴിഞ്ഞു മാറണം. ഒരിക്കലേ. രാജി, വേണ്ടാത്തതിനൊന്നും പോണ്ട, ഒരിടത്ത് അടങ്ങിയിരുന്നു. പോർച്ചിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. ദേ ആർ ഗോയിങ്, രമണി പറഞ്ഞു. ഇനിയിപ്പോൾ വലിയച്ഛൻ പുറപ്പെടും. ലെറ്റ്സ് ഗോ ഇൻ. ഓക്കെ. രാജി എഴുന്നേറ്റു. അശോകേട്ടൻ കേരളയിൽ വരില്ലേ? അശോകേട്ടൻ ഉറക്കം തൂങ്ങിയ മട്ടിലാണ് മറുപടി പറഞ്ഞത്. നാളെ ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനുമുണ്ട്, ജിം ഓർമ്മിപ്പിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞാൽ. ശരി, രാജി പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം. ജിമ്മിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടതോ ശ്രദ്ധിച്ചതോ ആയ ഭാവം കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. രമണിയുടെ കൈപിടിച്ച് പുൽത്തകടിയിലൂടെ നടന്നു. മനസ്സിൽ അവ്യക്തമായ അസ്വാസ്ഥ്യങ്ങൾ കെട്ടുപിണയുന്നത് പോലെ തോന്നി. ഡിഡ് യു നോട്ടീസ് അശോകേട്ടൻ? ഉവ്. എന്തെങ്കിലും തോന്നിയോ? സംതിങ് റോങ്. എന്താ മനസ്സിലായില്ല. കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അതാണ്. രമണി പുഞ്ചിരി തൂകി. രവിയും അടിച്ചിട്ടുണ്ട് തോന്നുന്നു. തിരിഞ്ഞു നോക്കി. രവി ജിമ്മിനോടും അശോകനോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ കേൾക്കാത്തത് ഭാഗ്യം. എന്താണാവോ അതിലിത്ര രസം? രമണി ഉറക്കെ ആത്മഹത്യം ചെയ്തു. ഐ മസ്റ്റ് ട്രൈ വൺ ഡേ. റിയലി? ഷുവർ. രമണി നിസ്സാര ഭാവത്തിലാണ് പറഞ്ഞത്. ചാൻസ് കിട്ടിൽ ഐ ഡോണ്ട് മൈൻഡ്. രാജി ചേച്ചി സിഗരറ്റ് വലിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഡ്രിങ്ക്സോ? ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. ഉവ്വോ, എവിടെ വെച്ച്? അതൊക്കെയുണ്ട്, ട്രയലേ ഉള്ളൂ കേട്ടോ. അബദ്ധം തിരുത്തുന്ന സ്വരത്തിലാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് വിഷയം മാറ്റി. ആ, വേറൊന്ന് നോട്ടീസ് ചെയ്തോ ജിമ്മിനെ? എന്ത്? അറിയാത്ത പോലെ. രമണി കൈത്തണ്ടയിലൊന്ന് നുള്ളി. ജിം രാജിച്ചേച്ചി ഡിവർ ചെയ്യുകയായിരുന്നു. നോട്ടീസ് ചെയ്തില്ലേ? പോടി, വിട്ടിത്തം പറയാതെ. വിട്ടിത്തൊന്നുമല്ല. അവൾ കുസൃതി പറയുന്നത് പോലെ പുഞ്ചിരി തൂകി. രാജിച്ചേച്ചി വാസ് ഓൾസോ എൻഗ്രോസ്ഡ് ഇൻ ഹിം. ഞാൻ നോട്ട് ചെയ്തു. ഉള്ള ആന്തിപ്പോയി. ഒരു നിമിഷം തപ്പിത്തടഞ്ഞ ശേഷം പ്രതിരോധിക്കാൻ വേണ്ടി കടന്നാക്രമിച്ചു. നീ അശോകന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നോട്ട് ചെയ്യണത്? വെറുതെ ഓരോന്ന് കാച്ചാണ്. നോ നോ. രമണി തലകുലുക്കി. എനിക്ക് തീർച്ചയുണ്ട്. ഹി ഹാസ് ഫാളൻ ഫോർ യു. പോടി, പോ. രമണിയെ പതുക്കെ പിടിച്ചൊന്ന് തള്ളി. സില്ലി ഗേൾ, വി ഷാൽ സീ. രമണി ചിരിച്ചു. പക്ഷേ
ജിമ്മിനെ ഞാൻ കുറ്റം പറയില്ല. യു ലുക്ക് സോ ലവ്ലി രാജേച്ചി. എനിബഡി വിൽ ഫോൾ ഫോർ യു. രാജി മറുപടി പറഞ്ഞില്ല. ഉള്ളിലെ ആന്തൽ വർദ്ധിക്കുകയാണ്. ഇത്തിരി മാത്രം വെച്ച് ഈ പെണ്ണ് എന്തൊക്കെയാണ് അനുമാനിക്കുന്നത്? അതോ താൻ ഇല്ല, അതില്ല. അരനിമിഷം ഒന്ന് നോക്കിപ്പോയി. വെറും കൗതുകം കൊണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല, തീർച്ച. നടപ്പാതയിലേക്കുള്ള ചവിട്ടുകല്ല് കയറും മുമ്പ് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജിമ്മും അശോകനും രസം പിടിച്ച് വർത്തമാനം പറയുകയാണ്. രവി അവിടെ തന്നെ നിൽക്കുന്നു. വിശറിപ്പനയുടെ നിഴൽ പൂവാകയുടെ ചോട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം ഭാഗത്തിൻ്റെ ആദ്യ അധ്യായം വായിച്ചു കഴിഞ്ഞു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. പ്ലീസ് ഡു. താങ്ക് യു.